തിരുവനന്തപുരം വർക്കലയിൽ ലഹരി മാഫിയുടെ ആക്രമണത്തിനിരയായി വയോധികൻ മരിച്ചു. താഴെ വെട്ടൂർ സ്വദേശി ഷാജഹാനാണ് മരിച്ചത്. തലയ്ക്ക് വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് സംഭവം? എങ്ങനെയായിരുന്നു ഇതിനെപ്പറ്റി പോലീസിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? പക്ഷേ കഴിഞ്ഞ ദിവസമാണ് താഴെ വെട്ടൂർ സ്വദേശി ഷാജഹാന് ലഹരി മാഫിയയുടെ ആക്രമണത്തിന് ഇരയാകുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഷാജഹാനെ ആദ്യം വർക്കലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും പ്രവേശിച്ചിരുന്നു. തുടർന്നും ഈ അസ്വസ്ഥത കൂടിയതോടെയാണ് രോഗം മൂർച്ഛിക്കുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിച്ചത്. ലഹരി മാഫിയകളുടെ ആക്രമണത്തിനാണ് ഇരയായത്. ഈ ഷാജഹാനോടൊപ്പമുള്ളവരും ഈ വർക്കല കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പരാതി നൽകിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായതെന്നാണ് അറിയാൻ കഴിയുന്നത്. തലയ്ക്ക് ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഷാജഹാൻ വരുന്ന വഴി നോക്കി പതിയിരുന്നായിരുന്നു ഈ ഗുണ്ടകൾ ആക്രമണം നടത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ ഈ അക്രമികളെ പിടിക്കുവാനോ അല്ലെങ്കിൽ അക്രമികളെ പോലീസിന്റെ പിടിയിൽ ആയിട്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വർക്കല കേന്ദ്രീകരിച്ച് നിരവധി കേസുകൾ സമാനമായ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഉണ്ടാകുന്നുണ്ട്. ലഹരി മാഫിയകളുടെ ഒരു ആക്രമണവും അതുപോലെ തന്നെ കുട്ടികൾക്കടക്കം സ്കൂളുകളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതിയും ഉയർന്നിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാതി ഉന്നയിച്ചതിന്റെ പേരിലാണ് ഒരു ആൾക്ക് ഇപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. താഴെവെട്ടൂർ സ്വദേശി ഷാജഹാനാണ് ഈ ലഹരി മാഫിയകളുടെ ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഉമേഷ്, വർക്കലയിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആൾക്ക് മരണം. പ്രശാന്താണ് വിവരങ്ങൾ പങ്കുവച്ചത്.